ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ തോമസ് സാറുടെ പിന്നെയും വീഡിയോ. തോമസ് സാർ പിന്നെയും ഈ വയസ്സാം കാലത്ത് ഈ ഒരു പൂട്ടിപ്പോയ കമ്പനിയെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു എളിയ ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയൊരു വീഡിയോ ഇന്ന് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ന്യൂസ് ചാനലിൻ്റെ പേര് എൽറോയ് ന്യൂസ് എന്നൊക്കെയാണ്. വലിയ ന്യൂസ് ചാനലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ ആഴ്ച ഇദ്ദേഹം ഒരു വീഡിയോ ന്യൂസ് പുറത്തുവിട്ടേ പിന്നെ ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ട് ഇതിൻ്റെ സത്യം വെളിപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സത്യം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇദ്ദേഹം വീണ്ടും രംഗത്തിറങ്ങിയത് എന്നാണ് ഇദ്ദേഹം വന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ പ്രസ്ഥാനത്തിന് നിരവധി ശത്രുക്കളുണ്ട് എന്ന് ഇദ്ദേഹത്തിന് അറിയാം. ഇതിൻ്റെ പരാജയം കാണാൻ നിരവധി വ്യക്തികൾ ഉണ്ട് എന്ന് നമുക്കറിയാം. ഈ വ്യക്തികൾ തന്നെയാണ്, വ്യക്തികൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ പട്ടിയും പൂച്ചിയും ഒന്നുമില്ല. ജനങ്ങൾ തന്നെയാണ് ഈ നാട് ഇങ്ങനെ ഉണ്ടാവണമെന്നും കള്ളന്മാരും കൊള്ളക്കാരുടെയും കയ്യിൽ ഇവിടെയുള്ള സമ്പത്ത് പോകരുത് എന്നും എല്ലാ ജോലികളെയും പുച്ഛിച്ചു കൊണ്ട് നടന്ന് മണീച്ചയിലാണ് ഏറ്റവും മഹത്തരമെന്ന് പറഞ്ഞു കിടക്കുന്ന കുറേ കോട്ടിട്ട ഡാഷ് മക്കൾ ഇവിടെ ഉണ്ടാവരുത് എന്നും ആഗ്രഹിക്കുന്ന കുറച്ച് മനുഷ്യർ ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് ശത്രുക്കളായി തോന്നുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്നും കൂടി പറയാനുള്ളത്, കാലാകാലങ്ങളായിട്ട് ഇത്തരം മണി ചെയിൻ അല്ലെങ്കിൽ MLM തട്ടിപ്പുകൾ, സാമ്പത്തിക തട്ടിപ്പുകളൊക്കെ ചെയ്ത് പരിചയമുള്ള ഉളുപ്പുകെട്ട ആൾക്കാരാണ് ഇതിൻ്റെ നേതാക്കളായിട്ട്, ഇതിൻ്റെ ലീഡർമാരായിട്ട് വിലസുന്നത് എന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ തോമസ് ഇരിട്ടിയുടെ ചരിത്രം പരിശോധിച്ചാലും ചിലപ്പോൾ കിട്ടുമായിരിക്കും ഇതുപോലെ ആൾക്കാരെ പറ്റിച്ചതിൻ്റെ ചരിത്രം. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കാം. ഹൈറിച്ച് പൊളിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ആ ഒരു വീഡിയോ ഇദ്ദേഹം കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹവും പറയുന്നുണ്ട് ഹൈറിച്ച് പൊളിഞ്ഞു എന്ന്. പക്ഷേങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വിഷമം ഹൈറിച്ച് പൊളിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കോടതി വിധി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത ആ വീഡിയോ ആണ്. ഏവർക്കും ഈ ഒരു തട്ടിപ്പ് കണ്ട് മടുത്ത് സഹികെട്ട ഏതൊരു വ്യക്തിക്കും സന്തോഷമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ദേവൻ രാമചന്ദ്രൻ എന്ന് പറയുന്ന ജസ്റ്റിസിൻ്റെ കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ഇടക്കാല വിധി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വിധിയെ പോലും വളച്ചൊടിച്ച് പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചവരായിരുന്നു ഇവർ. അപ്പോൾ അതല്ല സത്യമെന്ന് നമ്മൾ അന്നും വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വിധി ന്യായം പുറത്തു വന്നപ്പോൾ ആ ഒരു സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നും യാതൊരുവിധ തെറ്റുമില്ല എന്ന് ഈ എന്താ പറയുക തോമസിനോടും പറയുകയാണ്. ഇപ്പോൾ ഇവരുടെ ഭാഗത്ത് 3 ചാനലുകളാണുള്ളത്. ഒന്ന് മലനാട് TV, ഒന്ന് ഒരു മൈര് TV, ഇപ്പോൾ എൽറോയ്. ഇതിനെക്കുറിച്ച് നമ്മളൊന്നും പറയുന്നില്ല അല്ലേ. അപ്പോൾ തോമസ് ഇർട്ടി, അപ്പോൾ വയസ്സായില്ലേ സാറേ, ഇനിയെങ്കിലും കുറച്ച് ശിഷ്ടകാലം നന്മ ചെയ്ത് ജീവിച്ചൂടെ എന്നാണ് ഈ വീഡിയോ മുഴുവിക്കുന്നതിന് മുമ്പേ തന്നെ ഇദ്ദേഹത്തെ ഉപദേശിക്കാനുള്ളത്.
ഈ ചാനലിൻ്റെ എൽറോയ് മീഡിയ എന്ന് പറയുന്ന ന്യൂസ് ചാനലിൻ്റെ ലക്ഷ്യം തന്നെ ഈ സമൂഹത്തിൽ കാണുന്ന തിന്മയ്ക്കെതിരെ പോരാടുകയാണ്. എന്നിട്ടാണ് എന്നിട്ടാണ് ഇവനെ പോലെയുള്ള ആൾക്കാർ ഈ മണി ചെയിന് വേണ്ടി വെള്ള പൂശുന്നത്. ഉളുപ്പുണ്ടോ? സത്യസന്ധമായ കാര്യങ്ങൾ ജനത്തെ അറിയിക്കുക എന്നാണ് ഒരു ഇതിൻ്റെ ഉദ്ദേശം. എന്നിട്ടാണ് ഈ കള്ളന്മാർക്ക് വെള്ള പൂശുന്ന പണി ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രതാപൻ ശ്രീന മാടം, നീ എന്തിനാ ശ്രീന മാടം എന്തിനാണ് പറയുന്നത്? എന്നാ പിന്നെ ശ്രീന എന്ന് പറഞ്ഞില്ലേ? എന്നാ പ്രതാപന് എന്തിനാണ് നീ പ്രതാപൻ എന്ന് മാത്രം പറയുന്നത്? പ്രതാപൻ സാർന്നും കൂടി പറയണ്ടേ? പ്രതാപൻ സാർ എന്ന് പറ. അവന് ഒരു 10-19 കേസൊക്കെ ഉണ്ട് എന്നേ ഉള്ളൂ. അദ്ദേഹത്തെ നീ എന്തിനാണ് സാറെന്ന് വിളിക്കാതെ ശ്രീന മാടം എന്ന് വിളിക്കുന്നത്? ഞാൻ പണ്ടും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പക്ഷപാതം. അതെ, ഇങ്ങനെ തന്നെ ലീഡർമാരും ഈ 2 ആൾക്കാരും തന്നെയാണ് ഈ പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. 1,80,00,000 ആൾക്കാരുണ്ട് എന്നാണ്. ഇദ്ദേഹത്തെ വേറെ ആരെങ്കിലും ഞാൻ എന്തൊക്കെ പറഞ്ഞേനെ. ഇദ്ദേഹത്തിൻ്റെ മോന്ത കാണുമ്പോൾ ഇത് പറയാനും തോന്നില്ല. 1,80,00,000 ആൾക്കാർ എന്ന് പറയുന്നത് വെറും പെരുപ്പിച്ച് കാണിച്ച ഐഡികളുടെ എണ്ണമാണ് മിസ്റ്റർ തോമസ്. 37,732 നമ്പറല്ലാതെ അതിൽ നിന്ന് ഒരാൾ അധികം ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഈ 37,700-ലധികം വരുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് വേണോ? ഞാൻ തരാം. അല്ലാതെ 1,80,00,000 ആൾക്കാരൊന്നും ഇതിലില്ല. അതൊക്കെ ഒരാളുടെ തന്നെ പല ഐഡികളാണ്. 37,000 വ്യക്തികളാണ് ഇതിൽ ഉള്ളത്. ആ 37,000-ലും പകുതി മുക്കാലും ആൾക്കാർ 800 രൂപയുടെ ഐ ഡി അടിച്ചവരും ഫ്രീ ഐ ഡി അടിച്ചവരും ഒക്കെയാണ്. അവരൊന്നും ഈ തട്ടിപ്പുമായിട്ട് ഇപ്പോൾ സഹകരിക്കുന്നില്ല. 1,80,00,000. നാണം ഉണ്ടോ മാഷേ നിങ്ങൾക്ക്? നാണം, ഉളുപ്പ് ഉണ്ടോ? ഒരു വ്യക്തിക്ക് പോലും പേ ഔട്ട് കൊടുക്കാതെ ഇല്ല എന്നാണ് പറയുന്നത്. എത്രയോ വ്യക്തികൾക്ക് അവർ കൊടുത്തതിൻ്റെ ഒരു ചില്ലിക്കാശ് പോലും കിട്ടാത്ത എത്രയോ വ്യക്തികളുണ്ട്. ഇതൊരു മണി ചെയിൻ ആയതുകൊണ്ട് തന്നെ അവരുടെ ഈ മണി റൊട്ടേഷൻ ചെയ്യലാണ് ഇവരുടെ മുഖ്യമായ ബിസിനസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആളെ ചേർത്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ആളെ ചേർത്തില്ലെങ്കിലും അവരുടെ പണം തന്നെ അവർക്ക് കുറച്ചായിട്ട് കൊടുക്കുന്ന ഒരു ബിസിനസ് മോഡലാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ 10,000 കൊടുത്തവന് 3 വർഷം കൊണ്ട് ആ 10,000 തിരിച്ചു കിട്ടുന്ന ഒരു ജാലവിദ്യയാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ 3 വർഷം കൊണ്ട് അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്യുമ്പോൾ അവരുടെ പൈസ എടുത്തിട്ടാണ് കൊടുക്കുന്നത്. 4,000-ഓളം കോടി രൂപയാണ് കളക്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ബാങ്കുകളിൽ അവശേഷിക്കുന്നത് 212 കോടി രൂപ മാത്രമാണ് എന്നത് ഇത്തരത്തിൽ പണം വീതിച്ച് നൽകിയത് കൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പണ്ട് തിരിച്ചു വാങ്ങണമെന്ന് പറയുന്നത് അവർക്ക് പണം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതാണ് നല്ലത്.
അങ്ങനെ ഇന്ത്യ ഗവൺമെൻറ് പാസ്സാക്കിയ ബഡ്സ് ആക്ട് പ്രകാരം ഇത്തരത്തിലുള്ള അനധികൃത നിക്ഷേപങ്ങളിൽപ്പെട്ട് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പണം നഷ്ടപ്പെട്ടതിനെതിരെ കമ്പനിക്കെതിരെ കേസ് കൊടുക്കുക എന്നാണ് ആ നിയമത്തിലുള്ളത്. അതുകൊണ്ടാണ് ആ നിയമത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾ കേസ് കൊടുക്കാൻ വേണ്ടി പറയുന്നത്. അല്ലാതെ ഈ പൂട്ടിയ കമ്പനിയെ വീണ്ടും പൂട്ടിക്കാനല്ല പറയുന്നത്. പൊളിച്ചതാരാണ്? അപ്പോൾ പൊളിഞ്ഞു എന്ന് സമ്മതിക്കുന്നുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ അഭ്യുദയകാംക്ഷികളല്ല ആരും തന്നെ. ഈ പ്രസ്ഥാനം എത്രയും പെട്ടെന്ന് പൂട്ടിക്കെട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും. മണി ചെയിനാണ് അതിന് കാരണമായിട്ട് എല്ലാവരും തന്നെ പറയുന്നത്. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ അസൂയയോ കണ്ണുകടിയോ ഒന്നുമല്ല അതിനുള്ള കാരണം. ഒരുപാട് പാവങ്ങളെ, രോഗികളെ, വികലാംഗരെയൊക്കെ പറ്റിച്ച് അവരുടെയൊക്കെ വീടും സ്ഥലവും പണയപ്പെടുത്തി അതൊക്കെ അടിച്ചു മാറ്റി അതിൻ്റെ 10% കമ്മീഷൻ അടിച്ചവരാണ് കോട്ടും സൂട്ടുമിട്ട് വിലസുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ തട്ടിപ്പ് ഇവിടെ അവസാനിക്കണമെന്ന് ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ചത്. കുറുക്കനും കോഴിയും വലിയ മഹാപ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് പറയേണ്ടത്? അപ്പോൾ ഇത്ര തന്നെ പറയാനുള്ളൂ. ഇദ്ദേഹത്തിന് നല്ല ബുദ്ധി തോന്നട്ടെ. ഇത്തരം തട്ടിപ്പുകളെ സപ്പോർട്ട് ചെയ്യാതെ ബാക്കിയുള്ള ജീവിതം ഇദ്ദേഹത്തിന് ജീവിച്ച് തീർക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇനി ഇദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യാൻ മനസ്സ് വരാതിരിക്കട്ടെ എന്നും കൂടി പറയുന്നു. അപ്പോൾ 1,80,00,000 എന്നുള്ള കളവ് പറയുന്ന ഒരു മനുഷ്യൻ മാത്രമാണ്. ഇദ്ദേഹത്തിന് ഈ കമ്പനിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല. 1,80,00,000 എന്നുള്ളത് ഐഡികളുടെ നമ്പറാണ്. അല്ലാതെ 1,80,00,000 ആൾക്കാർ ഈ തട്ടിപ്പിൽ കണ്ണി ചേർന്നിട്ടില്ല എന്ന് ഒരിക്കൽ കൂടി ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. ബൈ.